പൈലറ്റ് എന്ന സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രം ബോബിയുടെ സഹോദരിയായി ചെറിയ റോളിലൂടെ മലയാള സിനിമയിലേക്ക്. പിന്നീട് നിരവധി സിനിമകളിൽ നായക കഥാപാത്രം. അതിനിടെ ഈ നടി മോളിവുഡിൽ നിന്നും ടോളിവുഡ്, ബോളിവുഡ്, സാൻഡൽവുഡ് വരെ എത്തി. പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല, നടി ജ്യോതിർമയിയെ കുറിച്ചാണ്. മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടുന്നതിനിടെയായിരുന്നു വിവാഹം. വിവാഹിതയായിരുന്നുവെങ്കിലും അഭിനയ ജീവിതം വിടാൻ നടി തയ്യാറായിരുന്നില്ല. എന്നാൽ ആ വിവാഹ ജീവിതത്തിന് അധികം ആയുസ്സുമുണ്ടായിരുന്നില്ല. ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ ജ്യോതിർമയി പിന്നീട് സംവിധായകൻ അമൽ നീരദിനെ വിവാഹം ചെയ്തു. ഇതോടെ സിനിമാ ജീവിതത്തിൽ നിന്നും ഇടവേളയെടുക്കുകയായിരുന്നു. 2013 പുറത്തിറങ്ങിയ ചിത്രത്തിനു ശേഷം നീണ്ട 11 വർഷത്തെ ഇടവേള ശേഷം ഇപ്പോൾ ഭർത്താവ് അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ബോഗൺവില്ല എന്ന ചിത്രത്തിലൂടെ ശക്തമായൊരു തിരിച്ചുവരവ് നടത്താൻ ഒരുങ്ങുകയാണ് ജ്യോതിർമയി. ബോഗൺവില്ലയിലെ പ്രമോ ഗാനമായ സ്തുതിയിലൂടെ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നടി. ഉദ്യോഗജനകമായതാണ് സിനിമയുടെ പോസ്റ്റർ. സിനിമയിൽ സജീവമല്ലെങ്കിലും മലയാളി പ്രേക്ഷകരുടെ പ്രിയ നടിയാണ് ജ്യോതിർമയി. ഒരു കാലത്ത് കോളേജ് കുമാരന്മാർക്ക് ക്രഷ് തോന്നിയ നടി കൂടിയായിരുന്നു. ഏത് ഗെറ്റപ്പിൽ വന്നാലും ജ്യോതിർമയിക്ക് എന്നും പ്രത്യേക ഭംഗിയാണ്. 40 വയസ്സ് കഴിഞ്ഞു എന്നത് ഇപ്പോഴും അവരുടെ ആരാധകർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. താരത്തിന്റെ ഗംഭീര തിരിച്ചുവരവാണ് ഭർത്താവും സംവിധായകനുമായ അമൽ നീരദിന്റെ പുത്തൻ ചിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ കാണാത്ത ജ്യോതിർമയിയാണ് ബോഗൺവില്ലയുടെ സ്തുതിഗാനത്തിൽ മലയാളികൾ കണ്ടത്. ലുക്കും ആറ്റിറ്റ്യൂഡും എല്ലാം മാറി. ഒരു വമ്പൻ മേക്ക് ഓവർ. ആര് കണ്ടാലും ഒരു വൗ ഫീൽ. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അമൽ നീരദ് സംവിധാനം ചെയ്ത ബോഗൺവില്ലയിലെ പ്രമോ ഗാനമായ സ്തുതിയുടെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്. കുഞ്ചാക്കോ ബോബന്റെയും ജ്യോതിർമയിയുടെയും ഗംഭീര ഡാൻസുമായാണ് ഗാനം എത്തുന്നത്. ആസ്വാദക ഹൃദയം കീഴടക്കുന്ന വരികളുമായാണ് ഗാനം പുറത്തിറങ്ങിയിരിക്കുന്നത്.